ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാനും സുഖമായി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. വേഗം തന്നെ വീടിൻ്റെ ഉൾഭാഗം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, ഈസിയായി തന്നെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് വേഗം തന്നെ കുക്കിങ്ങൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ദിവസം കാലത്ത് എണീറ്റ് ഉടനെ തന്നെ ഫുഡിൻ്റെ പണികളൊക്കെ കഴിച്ച് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വയ്യാതാവും, ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ട് ഒരു ഉഷാറുണ്ടാവില്ല. എൻ്റെ കുക്കിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോള് സ്കൂളിൽ പോയ ഉടനെ തന്നെ ചായയെല്ലാം കുടിച്ച് ഞാൻ വേഗം തന്നെ ക്ലീനിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ റൂമിലത്തെയും കർട്ടൻസ് എല്ലാം ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പഴയ ചുരിദാറോ അല്ലെങ്കിൽ ബനിയനോ എന്തെങ്കിലും എടുക്കുക, കുട്ടികളുടെ ടീഷർട്ടോ എന്തെങ്കിലും പഴകിയത് എടുക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ റൂമിലത്തെയും മാറാല നന്നായി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ മേലുള്ള പൊടികളെല്ലാം നമുക്ക് ഈ തുണി വെച്ചിട്ട് പെട്ടെന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തുണിമേ ചെളിയായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഴുക്കായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു സൈഡ് മാറ്റിയിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഗവും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഡോറിൻ്റെ മേലേക്ക് നന്നായി പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡോറിൻ്റെ മേലത്തെ പൊടിയൊക്കെ നമുക്ക് ഇത് വെച്ച് നന്നായി തുടച്ചെടുക്കാം കേട്ടോ. നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യം ഇതുമ്പോൾ തന്നെ പറ്റി പിടിച്ച് പോന്നോളും. പിന്നെ ഈ സൈഡിലുള്ള മാറാലകളും ഒക്കെ പെട്ടെന്ന് തന്നെ ഇതുമ്പോൾ പിടിച്ചോളൂ കേട്ടോ. പിന്നെ ഈ AC അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുടയ്ക്കാനായിട്ടും ഇത് നല്ല ഈസിയാണ്. ഇപ്പോൾ എൻ്റെ തുണി നന്നായി മുഷിഞ്ഞ് തുടങ്ങി. ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഇപ്പോൾ അഴുക്ക് പിടിച്ച് തുടങ്ങി. കണ്ടില്ലേ, ഇതുപോലെ മറിച്ചിട്ടിട്ട് അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മറിച്ചിട്ടിട്ട് അവിടെയൊക്കെ തുടച്ച് കൊടുക്കുക. ജനവാതിൽ തുടയ്ക്കാനും അതേ നല്ല ഈസിയാണ്. പൊടിയൊക്കെ നന്നായി പോയി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടിയൊക്കെ തട്ടല്ലേ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇതേ ഈ റൂമിൽ കർട്ടനൊന്നും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കർട്ടനൊക്കെ അഴിച്ചിട്ട് പെട്ടെന്ന് ആ റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ തുണി മുഷിഞ്ഞ കാരണം തന്നെ ഞാനൊരു പഴയ ബനിയൻ ഉണ്ടായിരുന്നു, ആ ബനിയൻ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, AC ഒക്കെ നല്ല ക്ലീൻ ആവും, നല്ല പൊടിയൊക്കെ പോയിട്ട് നല്ല വൃത്തിയാവും കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഫാനുമത്തെ പൊടിയും പെട്ടെന്ന് തട്ടിയെടുക്കാം. വേറെ ആരും വിളിക്കണ്ട. ഞാൻ ഇതുപോലെ ഫാനുമത്തെ പൊടിയൊക്കെ തട്ടാനായിട്ട് വലിയ ടേബിളും മറ്റും ഒക്കെ മാറ്റിയിട്ടിട്ട് പിന്നെ അല്ലെങ്കിൽ രജുവിനോടൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തുടച്ചെടുക്കാറ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ആരും വേണ്ട നമ്മളെ സഹായത്തിന്. വേഗം തന്നെ നമുക്ക് ഫാനുമലത്തെ പൊടിയും ഇതുപോലെ തുടച്ചെടുക്കാം. നമ്മളെ കബോർഡുമത്തെ പുറത്തെ ഭാഗത്തെ പൊടിയൊക്കെ ഇതുപോലെ നമുക്ക് തുടച്ചെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോഴായിട്ട് പൊടി ഇങ്ങനെ പറന്നാകെ നമ്മുടെ റൂമിലാകെ വൃത്തികേടാവില്ല. അല്ലെങ്കിൽ നല്ല ചൂലോ മറ്റും ഉപയോഗിച്ച് അടിക്കുമ്പോഴായിട്ട് ആകെ പൊടി എല്ലായിടത്തേക്കും പറക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൊടിയൊന്നും ഈ റൂമിലാകെ സ്പ്രെഡ് ആവില്ല. കണ്ടില്ലേ, ഈ തുണിമ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുള്ളൂ. നല്ല ഉപകാരമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ കർട്ടൻസൊക്കെ ഞാൻ പൊടിയിൽ നന്നായി മുക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അഴുക്ക് പോയി കിട്ടുമല്ലോ, വേഗം തന്നെ കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ ചെയർ അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ ഭാഗമൊക്കെ ഒന്ന് തുടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ലൈസോൾ, പിന്നെ 2-3 തുള്ളി ലൈസോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളും വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ടവലെടുക്കുക. അത് ടവലെടുത്തിട്ട് പെട്ടെന്ന് എല്ലാ ഭാഗവും സ്പ്രേ ചെയ്തിട്ട് വേഗം തന്നെ തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പൊടിയും പോയി കിട്ടും. കറ്റെടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് മുക്കി തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ വീടിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല മണമായിരിക്കും. ലൈസോൾ വെച്ച് സ്പ്രേ ചെയ്ത് തുടയ്ക്കണം, കാരണം നല്ല മണം തന്നെ ആയിരിക്കും. അപ്പോൾ സെറ്റിയൊക്കെ അങ്ങനെ നന്നായി തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാൻ ഇട്ടിട്ട് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് വെച്ചേക്കാണ്. പിന്നെ ഡോറൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കണം. നന്നായി പൊടിയൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി തുടച്ചെടുക്കണം, കാരണം കർക്കിടക മാസമല്ലേ വരുന്നത്. അപ്പോൾ അതിനെതിരേൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലീനിങ്ങും കൂടിയിട്ടാണ്. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കുക. പണ്ട് വീട്ടിൽ എല്ലാ ജനവാതിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കഴുകും, സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകും. എൻ്റെ അച്ഛമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. വീടിൻ്റെ മുക്കും മൂലയൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചിടും. ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് ഞാനും തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അടുക്കളയൊക്കെ ഞാൻ കുറച്ച് മുന്നേ 2-3 ദിവസം മുന്നേ നന്നായി ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തേക്ക് വേണ്ട അധികം ക്ലീൻ ചെയ്യാനായിട്ട് പോകണ്ട. പിന്നെ ഇതുപോലെ അലമാരിയൊക്കെ പെട്ടെന്ന് തന്നെ വേഗം തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട്, നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ ഇന്നിവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഉണങ്ങി കിട്ടും. ഫാനൊക്കെ ഇട്ടിട്ട് ജനവാതിലൊക്കെ ഞാൻ തുറന്നിട്ടേക്കാണ്. വേഗം തന്നെ എല്ലാം ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ ടിവിയുടെ സൈഡ്, TV സ്റ്റാൻഡ് ആ ഭാഗമൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് തന്നെയാണ് തുടയ്ക്കുന്നത്. ആഴത്തിൽ സമയം എടുത്തിട്ട് തന്നെയാണ്, സാവധാനത്തിൽ തന്നെയാണ് ഞാൻ തുടച്ചെടുക്കണം കേട്ടോ. കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കർട്ടൻസൊക്കെ ഒന്ന് കഴുകിയിടുക, പിന്നെ കുളിക്കുക, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ പിന്നെ ആഴത്തിൽ തന്നെയാണ് എല്ലാതും സമാധാനമായിട്ട് തന്നെ ചെയ്യണത് കേട്ടോ. നമുക്കിത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ട്, കുക്കിങ്ങൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടെ ടെൻഷനാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ക്ലീനിങ്ങിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് TV സ്റ്റാൻഡും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്, നന്നായി വൃത്തിയായി തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ സ്റ്റഡി ടേബിളൊക്കെ നന്നായി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉൾഭാഗത്തൊക്കെ പൊടിയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വൃത്തിയായി തുടച്ചെടുക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് ജനവാതിലൊന്ന് തുടച്ചെടുക്കണം. പക്ഷേ ജനവാതിൽ തുടയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും നമുക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ. നേരത്തെ ആ ബ്രഷ് വെച്ചിട്ട് തുടച്ച കാരണം തന്നെ എല്ലാ പൊടിയും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വേഗം ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം ഭാഗത്തെ വാതിൽ അതുപോലെ എല്ലാതും ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോർണറിലായിട്ട് കുഞ്ഞു കുഞ്ഞു എട്ടുകാലി അതുപോലെ കുഞ്ഞു എട്ടുകാലിയുടെ കൂടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തു. പിന്നെ ദേ വാതിൽ പറഞ്ഞ പോലെ തന്നെ വീട്ടിലൊക്കെ പണ്ട് കർക്കിടക സംക്രാന്തിക്ക് മുന്നേ വീടിൻ്റെ തറയടക്കം വൃത്തിയാക്കി കഴുകണം. അങ്ങനെയാണ് ചെയ്യാറ് വീട്ടിൽ. തറയൊക്കെ ഞങ്ങളാണ് കഴുകാറുണ്ട്. ഞങ്ങൾക്ക് എത്ര ഭാഗമൊക്കെ ഞങ്ങൾ നന്നായി വൃത്തിയായി കഴുകും. പിന്നെ വാതിലൊക്കെ നന്നായി തേച്ചൊരച്ച് വൃത്തിയായി കഴുകിയിടണം. പിന്നെ ഇതുപോലെ മാറാലൊക്കെ തട്ടിയിട്ട് പഴയ ഒരു കലത്തിലോ മറ്റോ ആക്കി ഇടും. എന്നിട്ട് അത് പിറ്റേ ദിവസം പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കും. അങ്ങനെയുള്ള ചടങ്ങുകളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ. അപ്പോൾ പിന്നെ ഇതേ ഉമ്മാറും ഒരുവിധം നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ടൈലിട്ട കാരണം തന്നെ തുടച്ചു കഴിഞ്ഞാൽ പുത്തം പുതിയതുപോലെ ആയി കിടക്കും. പിന്നെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ ഷോക്കേഴ്സൊക്കെ. കാരണം അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കണ്ടേ. അപ്പോൾ പിന്നെ കുട്ടികളുള്ളപ്പോൾ അവർ സഹായിക്കാറുണ്ട്. പെട്ടെന്ന് അവരുടെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് അവർ തുടയ്ക്കാനായിട്ട് സഹായിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. മടി പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ വേഗം തന്നെ ഒക്കെ എടുത്ത് വെച്ച് വേഗം തന്നെ തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയ തുണി വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. അല്ലെങ്കിൽ ആകെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമായി കഴിഞ്ഞാൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ആകെ അതിൻ്റെ ഉള്ളിൽ പൂപ്പൽ വരും. അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങിയ തുണി വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. പിന്നെ ആ ട്രോഫികളും പിന്നെ അതൊക്കെ നന്നായി ഒന്ന് തുടച്ചിട്ട് തിരിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡൈനിങ് റൂമിൻ്റെ ആ ഭാഗവും അതുപോലെ ചെയറൊക്കെ ഞാൻ 2-3 ദിവസം മുന്നേ തുടച്ചിട്ടതാണ്. പിന്നെ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ആ ഭാഗമൊക്കെ ഞാൻ നന്നായി വൃത്തിയാക്കി തുടച്ചിട്ടതാണ് കേട്ടോ. പിന്നെ അത് ബെഡ്ഷീറ്റുകളും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. ഒന്ന് അടിച്ചെടുക്കണം. എല്ലാ ഭാഗവും ഒന്ന് അടിച്ചെടുക്കണം. കുഞ്ഞു കുഞ്ഞു മാറാലകളൊക്കെ വീണിട്ടുണ്ട്. ഫാനിൻ്റെ മേലെ നിന്നൊക്കെ നന്നായി മാറാലകൾ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വേഗം തുടച്ചെടുക്കണം. അല്ലെങ്കിൽ അതൊക്കെ ടൈലുമ്പോൾ നന്നായി ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് അടിച്ചിട്ട് വേഗം തന്നെ തുടച്ചിടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലീനിങ് വീഡിയോ ആണ്. കർക്കിടക മാസത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്ലീനിങ് അതൊരു വീഡിയോ ആക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കർക്കിടക മാസത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ലെങ്കിൽ വേഗം തന്നെ തയ്യാറായിക്കോളൂ. അപ്പോൾ അതേ എൻ്റെ വീടൊക്കെ ഞാൻ നീറ്റാക്കി സൂപ്പറാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നതായിട്ട് മുന്നേ ക്ലീൻ ചെയ്യാനായിട്ട് മുന്നേ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ. ഇന്ന് ക്ലീൻ ചെയ്യണം, ഇനിയിപ്പോൾ നാളെ ക്ലീൻ ചെയ്താൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വേഗം തന്നെ അന്ന് ക്ലീൻ ചെയ്യുക. വേഗം തന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ ഇതിന് നിന്നു. ഒപ്പം വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ ക്യാമറ സ്റ്റാൻഡൊക്കെ അപ്പുറത്തേക്ക് വെച്ച് ഇപ്പുറത്തേക്ക് വെച്ച് മേലേക്ക് ഫോക്കസ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാലും ഈസി ആയിട്ട് തന്നെ മടിയൊക്കെ കളഞ്ഞിട്ട് വേഗം തന്നെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള സന്തോഷം ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. വീടൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക ഒരു സന്തോഷമാണ്. ഇനിയിപ്പോൾ കുറച്ച് കർട്ടനൊക്കെ ഒന്ന് കഴുകിയിടാനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.